ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 മാർച്ച് 16 തിങ്കളാഴ്ച. ഇന്നും വരും ദിവസങ്ങളിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് സാർവത്രിക ആരോഗ്യ പരിരക്ഷ നടപ്പിലാക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കാസ്പ്, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, മെഡിസപ്പ്, മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾ തുടങ്ങിയവയിൽ ഉൾപ്പെടാത്ത മിസ്സിംഗ് മിഡിൽ വിഭാഗത്തിന് കൂടി ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് പദ്ധതി ആവിഷ്കരിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞൊരു വർഷമായി നടത്തിയ വിവിധ തരത്തിലുള്ള ചർച്ചകളുടെയും പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയത്. വിഷൻ 2031 അവലോകന യോഗങ്ങളിലും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്ത് കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ നൽകി വരുന്നുണ്ട്. 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് കാസ്പ് പദ്ധതി പ്രകാരമുള്ള കാർഡുള്ളത്. ഇതിനു പുറമെ കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ള കുടുംബങ്ങൾക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി പ്രകാരം 2 ലക്ഷം രൂപയുടെ ചികിത്സയും വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ അധിക ചികിത്സയും ആനുകൂല്യവും ഈ പദ്ധതി പ്രകാരം നൽകി വരുന്നുണ്ട്. ആധാർ കാർഡിലെ പേര്, ജനന തീയതി തുടങ്ങിയ വിവരങ്ങൾ തിരുത്തുന്നതിന് കേന്ദ്ര സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആധാർ സേവനങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നതിനായി പുതിയ ആധാർ മൊബൈൽ ആപ്പും സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഓരോ പൗരനും ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നാണ് ആധാർ കാർഡ്. ബാങ്കിംഗ്, മൊബൈൽ സിം, സർക്കാർ പദ്ധതികൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്ക് ആധാർ നിർബന്ധമാണ്. പലരുടെയും ആധാറിലെ പേര്, ജനന തീയതി, വിലാസം എന്നിവയിൽ തെറ്റുകൾ കാണാറുണ്ട്. ഇത് തിരുത്തുന്നതിനായി ആളുകൾ ആധാർ വിവരങ്ങൾ തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് ചില പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് ആധാർ കാർഡിലെ പേര് ജീവിതത്തിൽ 2 തവണ മാത്രമേ മാറ്റാൻ കഴിയൂ എന്ന് UIDAI അറിയിച്ചു. ജനന തീയതി ജീവിതത്തിൽ 1 തവണ മാത്രമേ തിരുത്താൻ അവസരം ലഭിക്കുകയുള്ളൂ. തെറ്റായ വിവരങ്ങൾ ആവർത്തിച്ച് മാറ്റുന്നതും തട്ടിപ്പുകളും തടയാൻ ഇത് സഹായിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ വിലാസം മാറ്റുന്നതിന് നിലവിൽ പരിധിയില്ല. ആവശ്യമുള്ളപ്പോഴെല്ലാം തന്നെ വിലാസം പുതുക്കാവുന്നതാണ്. ആധാർ വിവരങ്ങൾ മാറ്റുമ്പോൾ ചില പ്രധാന രേഖകൾ നിർബന്ധമായും നൽകണം. ജനന തീയതി തിരുത്തുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുപോലെ വിലാസം മാറ്റാൻ വോട്ടർ ID, വൈദ്യുതി ബിൽ, ഗ്യാസ് ബിൽ തുടങ്ങിയ രേഖകൾ ഉപയോഗിക്കാം. പാസ്പോർട്ട് പോലുള്ള തിരിച്ചറിയൽ രേഖകളും ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. ജോലി സംബന്ധമായ സ്ഥലം മാറി താമസിക്കുന്നവർക്ക് വിലാസം മാറ്റാനുള്ള സൗകര്യം വളരെ പ്രധാനമാണ്. ആധാർ സേവനങ്ങൾ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ ആധാർ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ആപ്പ് ഉപയോഗിച്ചും വീട്ടിലിരുന്ന് തന്നെ ചില ആധാർ സേവനങ്ങൾ നേടാം. മൊബൈൽ നമ്പർ, പേര്, വിലാസം തുടങ്ങിയവ പുതുക്കാൻ ഇത് ജനങ്ങളുടെ സമയം ലാഭിക്കാനും സേവനങ്ങൾ വേഗത്തിൽ നേടാനും സഹായിക്കും. അടുത്ത അറിയിപ്പ്, മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം 2 മാസത്തേത് ഒരുമിച്ച് പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ മാസത്തെ പെൻഷൻ കൂടി വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് മുൻകൂട്ടി വിതരണം ചെയ്യാനാണ് സാധ്യത. ഏപ്രിൽ മാസം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടി കണക്കിലെടുത്താണ് ഈ അറിയിപ്പുള്ളത്. മാർച്ച് മാസ പെൻഷൻ മാർച്ച് 25 ബുധനാഴ്ച വിതരണം ആരംഭിക്കും. അന്ന് വൈകുന്നേരത്തോടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവുകളും മറ്റ് പ്രധാന അറിയിപ്പുകളും തന്നെ നിലവിൽ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം പകുതിയിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനവും അതുപോലെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സർക്കാർ നേരത്തെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്, അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികളിലേക്ക് ഇപ്പോൾ വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭിക്കുന്ന ഈ പദ്ധതിയിലേക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് കേന്ദ്രങ്ങൾ വഴിയോ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള സർക്കാർ ജോലിക്ക് അല്ലെങ്കിൽ മറ്റ് മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കോ ഈ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ BPL AAY വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുള്ള 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്.
അർഹരായവർ ഈ അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.